എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 11ാമത്തെ സർഗത്തിലെ 100, 101, 102 എന്നീ 3 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 3 ശ്ലോകങ്ങളിലും അനുഷ്ഠുപൂർത്തം തന്നെയാണുള്ളത്. ഭഗവാന്റെ അടുത്ത് വന്നിരുന്ന അർജുനനെ പ്രശംസിച്ചുകൊണ്ട് ഭഗവാൻ സംസാരിച്ചു. യുദ്ധമൊക്കെ കേമായി, ശത്രുക്കളെ മുഴുവനും ഓടിച്ചു വിട്ടത് അതിഗംഭീരമായി. ശ്രീപരമേശ്വരന് പോലും നിന്റെ ശത്രുവായിട്ട് നിൽക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം എന്താണ് അവിടെ സംഭവിച്ചത്, അല്ലെങ്കിൽ ഇവരുടെ തിരിച്ചുള്ള പോക്കൊക്കെ എങ്ങനെയാണ് എന്നുള്ളതാണ് വർണ്ണിക്കുന്നത്. നമുക്ക് ആദ്യം 100ാമത്തെ ശ്ലോകം നോക്കാം. ജന്മമാനുഷമാസ്ഥായ ദേവതാംശാ ഭവാദൃശാ ദുഷ്ടാനുന്മൂല്യ രക്ഷന്തി ശിഷ്ടാനിത്യത്ര നാദ്ഭുതം. ഈ ഒരു ശ്ലോകത്തിൻ്റെ പദച്ഛേദം ആദ്യം പറയാം. ജന്മ മാനുഷം ആസ്ഥായ ദേവതാംശാഃ ഭവാദൃശാഃ ദുഷ്ടാൻ ഉന്മൂല്യ രക്ഷന്തി ശിഷ്ടാൻ ഇതി അത്ര ന അദ്ഭുതം. കഴിഞ്ഞ ശ്ലോകത്തിലും അർജുനൻ ചെയ്ത പ്രവൃത്തികളിൽ വലിയൊരു അത്ഭുതമൊന്നുമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് കാണുന്നവർക്കേ അത്ഭുതമുള്ളൂ. അർജുനൻ ഇതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അർജുനനെ സ്തുതിച്ചുകൊണ്ട് വേറൊരു വാക്യം കൂടി ശ്രീകൃഷ്ണൻ പറയാണ്. ഭവാദൃശാഃ ദേവതാംശാഃ, നിന്നെ പോലെയുള്ളവർ അല്ലെങ്കിൽ അങ്ങേ പോലെയുള്ളവർ, ഭവാൻ എന്നാണ് ഇവിടെ പറയണത്, അങ്ങേ പോലെയുള്ളവർ. ശ്രീകൃഷ്ണൻ അർജുനനോട് നിന്നെ പോലെ എന്നൊക്കെ പറഞ്ഞാൽ മതി, അവർ വലിയ കൂട്ടുകാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ സാധാരണക്കാരല്ല, നിസ്സാരക്കാരായിട്ടുള്ള മനുഷ്യരല്ല. പിന്നെ എങ്ങനെയുള്ളവരാണ്? ദേവതാംശാഃ, ദേവന്മാരുടെ അംശമായിട്ട് ജനിച്ചവരാണ്. ഏതർത്ഥത്തിലും കണക്കാക്കാം. ദേവേന്ദ്രൻ്റെ പുത്രനായിട്ട് വന്നതുകൊണ്ട് അർജുനൻ ദേവതാംശമാണ് എന്ന് പറയാം. അതല്ലെങ്കിൽ നരനാരായണന്മാരിൽ നരൻ്റെ അംശമായിട്ടാണല്ലോ അർജുനൻ ജനിച്ചത്, അതുകൊണ്ടും ദേവതാംശമായിട്ട് ജനിച്ചു എന്ന് പറയാം. നരനാരായണന്മാരൊക്കെ ലോകത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവർ, അവരവരുടെ കാര്യമൊന്നും ചെയ്യണമെന്നില്ല. അവർ സദാ തപസ്സൊക്കെ ചെയ്തുകൊണ്ട് ലോകനന്മയ്ക്കായിട്ട് ഇങ്ങനെ അവരവരുടെ ജീവിതം മുമ്പാക്കം നയിക്കുന്നവരാണ്. അപ്പോൾ ആ അർത്ഥത്തിലും ആവാൻ വേണമെങ്കിൽ പറഞ്ഞത് അർജുനനോട് നീ ദേവതാംശമാണ് എന്ന്. ഭവാദൃശാഃ ദേവതാംശാഃ മാനുഷം ജന്മം ആസ്ഥായ. നിങ്ങളൊക്കെ എന്താ ചെയ്യണത്? അപ്പോൾ ശ്രീകൃഷ്ണൻ അതിൽ പെടണേ ആളല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതൊന്നും എന്നെ ബാധിക്കണേ ഇല്ല എന്നുള്ള രീതിയിലാണ് വർണ്ണിക്കുന്നത്. അങ്ങനെയാണ് കവി പറഞ്ഞു വച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള നിങ്ങളെ പോലെയുള്ളവർ മാനുഷം ജന്മം ആസ്ഥായ, മാനുഷം ജന്മ ആസ്ഥായ, മനുഷ്യരുടെ ജന്മം സ്വീകരിച്ചിട്ട് ഈ ഭൂമിയിൽ വന്ന് അവതരിച്ചിട്ട് മനുഷ്യരായി ജനിച്ചിട്ട് ദുഷ്ടാൻ ഉന്മൂല്യ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ദുഷ്ടന്മാരായിട്ടുള്ള ആൾക്കാരെ മുഴുവനും ഉന്മൂലനം ചെയ്തിട്ട്. ശ്രീകൃഷ്ണൻ ഇതന്നെയാണ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ഞാനിതാണ് ചെയ്യണത് എന്നിങ്ങനെ ഞാൻ തന്നെ പറയണത് ഒട്ടും ശരിയല്ലല്ലോ. പിന്നെ ഭഗവാൻ അത് പറയേണ്ട കാര്യമില്ല. അതിനായിട്ടാണ് ഭഗവാൻ മഹാവിഷ്ണു ശ്രീകൃഷ്ണനായിട്ട് ഭൂമുഖത്ത് വന്നിരിക്കണത് തന്നെ. അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്നും പറയണില്ല. നീ എന്താ ചെയ്തുകൊണ്ടിരിക്കണത്, അർജുനൻ എന്താ ചെയ്യണതെന്ന് മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതാണ് ദുഷ്ടാനുന്മൂല്യ, ദുഷ്ടന്മാരായിട്ടുള്ള ആൾക്കാരെ മുഴുവനും ഉന്മൂലനം ചെയ്തിട്ട്, ഇല്ലായ്മ ചെയ്തിട്ട്, പിന്നെ എന്ത് ചെയ്യുന്നു? ശിഷ്ടാൻ രക്ഷന്തി, ശിഷ്ടന്മാരെ, സജ്ജനങ്ങളെ, ഭക്തജനങ്ങളെ സംരക്ഷിക്കുന്നു. ഇത്യത്ര ന അദ്ഭുതം. അത് നിന്നെ പോലെയുള്ളവർക്ക്, ഈ ദേവതാംശന്മാരായിട്ടുള്ള ജനങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളത് കൊണ്ട് ഇത്യത്ര ന അദ്ഭുതം. അതിലും അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് അത് സാധിക്കില്ല, ദേവതകൾക്കേ അത് സാധിക്കുള്ളൂ. അപ്പോൾ നീയൊരു ദേവതാ ജന്മമാണ്, ദേവന്മാരുടെ അംശാവതാരമായിട്ട് ഇവിടെ എത്തിയ ആളാണ് എന്നുള്ളതാണ് ഭഗവാൻ അർജുനനോട് സൂചിപ്പിക്കുന്നത്. നമുക്ക് 101ാമത്തെ ശ്ലോകം നോക്കാം. ഇതി പ്രശംസ്യ തം പാർത്ഥം വ്രീഡാ നമ്രമുഖം ഹരി തത്ര തേന സഹാനൈഷീത് മുഹൂർത്തമിവ തദ്ദിനം. നമുക്ക് പദച്ഛേദം പറയാം. ഇതി പ്രശംസ്യ തം പാർത്ഥം വ്രീഡാ നമ്രമുഖം ഹരി തത്ര തേന സഹ അനൈഷീത് മുഹൂർത്തം ഇവ തദ്ദിനം. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും, യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നേരം സന്ധ്യയായി. പിന്നെ അന്ന് യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ ശ്രീകൃഷ്ണനൊക്കെ കൂടി എന്താ ചെയ്തതെന്ന് പറയാണ്. ഹരി ഇതി വ്രീഡാ നമ്രമുഖം തം പാർത്ഥം പ്രശംസ്യ. ഹരി, ശ്രീകൃഷ്ണൻ ഇപ്രകാരം വ്രീഡാനമ്രമുഖനായ, വ്രീഡ ലജ്ജ, അതായത്
നമ്മുടെ മുമ്പിൽ വെച്ച് നമ്മളെ തന്നെ പൊക്കി പറയുമ്പോൾ ഉണ്ടാകുന്നതായൊരു ജാള്യം, അതാണ് ഉദ്ദേശിക്കുന്നത്. വ്രീള എന്നൊക്കെ പറയും. അത് കേട്ടിട്ട് ആകെ അങ്ങോട്ട് കുനിഞ്ഞു പോയി അർജുനൻ. അതാണ് വ്രീഡ നമ്രമുഖ. വ്രീഡ കൊണ്ട് കുനിഞ്ഞ ശിരസ്സോട് കൂടിയ, ഇത്രയൊന്നും പറയേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ ഇതൊന്നും പറയേണ്ട ആവശ്യമേ ഇല്ല, ഇതൊന്നും എനിക്ക് കേൾക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ തലകുനിച്ചു നിൽക്കുന്നവനായ തം, ആ അർജുനനെ, തം പാർത്ഥം പ്രശംസ്യ. ഇതൊക്കെ കേട്ടുകൊണ്ട് ഞാൻ വലിയ വീരനാണെന്നുള്ള രീതിയിൽ തല പൊക്കി വലിയ വീറും വാശിയോടുകൂടി പ്രതാപത്തോടു കൂടിയിട്ടൊന്നുമല്ല നിൽക്കണത്. ശ്രീകൃഷ്ണൻ്റെ മുമ്പിൽ ഒരു ശിശുവായിട്ടൊരു ചെറിയ എളിയ കൂട്ടുകാരനായിട്ടൊക്കെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തല താഴ്ത്തി നിൽക്കുകയാണ്. അങ്ങനെയുള്ള അർജുനനെ ഒന്നുകൂടി പുറത്തൊക്കെ തട്ടി, നീ മിടുക്കനാണ്, ഇങ്ങനെയൊക്കെ തന്നെയാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ പ്രശംസിച്ചിട്ട്, തത്ര, എവിടെ വെച്ചിട്ടാണോ യുദ്ധമൊക്കെ ഉണ്ടായത് അതിൻ്റെ അടുത്ത് തന്നെ, തേന സഹ, അർജുനനോട് കൂടിയിട്ട്, മുഹൂർത്തം ഇവ തദ്ദിനം അനൈഷീത്, ഒരു നിമിഷ നേരം കഴിച്ചു കൂട്ടിയതുപോലെ പിന്നെയുള്ള പകലും രാത്രിയും അവിടെ കഴിച്ചു കൂട്ടി. പിന്നെ യാത്ര ചെയ്യാനുള്ളൊരു അവസ്ഥയൊന്നും ആയിരുന്നില്ല. മാത്രമല്ല വൈകിട്ടും ഉണ്ടാവും. രാത്രി യാത്ര അത്ര എളുപ്പമുള്ള കാര്യമല്ല. കുറേ പേരെ കൊണ്ട് നടക്കാണ്ടല്ലോ, സൈന്യങ്ങളുണ്ട്, പത്നീസമേതനാണ് ശ്രീകൃഷ്ണൻ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ തമ്പടിച്ചു. ആ രാത്രി അവിടെ കഴിച്ചുകൂട്ടി. അത് ആ രാത്രി കഴിച്ചു കൂട്ടാൻ ഒരു പ്രയാസം ഉണ്ടായില്ല, വേഗം കഴിഞ്ഞു പോയി. അതാണ് മുഹൂർത്തം ഇവ, ഒരു നിമിഷ നേരം എന്നതുപോലെ, ഒരു മുഹൂർത്തം കഴിച്ചു കൂട്ടിയതുപോലെ ബാക്കിയുള്ള ദിവസം, പകലിൻ്റെ ബാക്കി സമയവും രാത്രിയും ആ സ്ഥലത്ത് തന്നെ കഴിച്ചുകൂട്ടി എന്നർത്ഥം. എന്നിട്ട് ദ്വാരകയിലേക്കുള്ള പോക്കാണ് അടുത്ത ശ്ലോകം. 102-ാമത്തെ ശ്ലോകം കൂടി നോക്കൂ. സൗധശൃംഗം സമാരുഹ്യ ദേവക്യാ വീക്ഷിതാഗതി പര്യുത്സുകജനം പ്രാപ പുരം കതിപയൈർദിനൈഃ. ആദ്യം പദച്ഛേദം പറയാം. സൗധശൃംഗം സമാരുഹ്യ ദേവക്യാ വീക്ഷിതാഗതി പര്യുത്സുകജനം പ്രാപ പുരം കതിപയൈഃ ദിനൈഃ. എന്താണ്? പിന്നെ യാത്ര ചെയ്തുകൊണ്ട് പോയ കഥയാണ് പറയണത്. ആ ദ്വാരകാപുരി കുറേ ദിവസമായി ശ്രീകൃഷ്ണനെ കാത്തിരിക്കണു. എന്ന് പോയതാ? നഗ്നജിത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഏതാണ്ട് 1.5 മാസമാവാറായിട്ടുണ്ടാവും. അവിടെ ചെന്ന് വിവാഹമൊക്കെ കഴിഞ്ഞ് 1 മാസം മുഴുവൻ അവിടെ താമസിച്ചിട്ട് പതുക്കെയാണല്ലോ പോരണത്. അതുകൊണ്ട് കുറേ കാലമായിട്ട് കാത്തിരിക്കുകയാണ്. പുരി മാത്രമല്ല, അവിടുത്തെ ജനങ്ങൾ, അമ്മയടക്കം എല്ലാവരും. അതാണ് വർണ്ണിക്കണത്. ദേവകി എന്താ ചെയ്തത്? ശ്രീകൃഷ്ണൻ വരുന്നുണ്ട്, വലിയ ശബ്ദകോലാഹലങ്ങളോട് കൂടിയിട്ട്, ആർപ്പുവിളികളോടും ജയഭേരിനാദങ്ങളോട് കൂടിയിട്ടൊക്കെയാണല്ലോ വരുന്നുണ്ടാവുക. അതിന് 2-3 കാരണങ്ങളുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് പത്നിയെയും കൊണ്ടുള്ള, നവവധുവിനെയും കൊണ്ടുള്ള വരവ്, യുദ്ധം ചെയ്ത് അതിൽ ജയിച്ചിട്ട് അങ്ങനെയുള്ള വരവ്, എല്ലാം കൂടി ചേർന്നിട്ട് വലിയൊരു കോലാഹലത്തോട് കൂടിയിട്ടാണുള്ള ആ വരവ്. അങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ ദേവകി എന്താ ചെയ്തത് എന്ന് കവി ഭാവനയിൽ കണ്ടുകൊണ്ട് പറയാണ്. അമ്മമാർക്കൊക്കെ ഉണ്ടല്ലോ ആ ഒരു സ്വഭാവം. എന്താണെന്ന് നോക്കൂ. സൗധശൃംഗം സമാരുഹ്യ, ദ്വാരകാപുരിയിലെ ആ കൊട്ടാരത്തിലെ ഏറ്റവും മുകളിലുള്ളൊരു നിലയിൽ ചെന്നിട്ട്, സൗധശൃംഗത്തിൽ നിന്നിട്ട്, സമാരുഹ്യ അവിടെ കയറിയിട്ട്, ദേവകിയാ വീക്ഷിതാഗതി, ദേവകിയാൽ വരവ് നോക്കപ്പെട്ടുകൊണ്ട്, ദേവകി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കൃഷ്ണൻ വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ആ വരവൊന്ന് കാണാൻ വേണ്ടിയിട്ട്, എത്ര ദിവസമായി, അപ്പോൾ ദൂരെ നിന്ന് തന്നെ കാണാമല്ലോ, അടുത്തെത്തിയിട്ട് മാത്രം പോരാ, ദൂരെ നിന്ന് തന്നെ കാണണം, എത്ര പെട്ടെന്ന് കാണാമോ അത്രയ്ക്ക് പെട്ടെന്ന് മകനെ കാണണം എന്നുള്ള മോഹം കൊണ്ട് ദേവകി ഈ സൗധത്തിൻ്റെ മുകളിൽ കയറി നിൽക്കുക. അത്ര ഈ വലിയ കൊട്ടാരത്തിൻ്റെ മുകൾ തട്ടിൽ കയറി നിന്നുകൊണ്ട് ദേവകി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ശ്രീകൃഷ്ണൻ്റെ വരവ്. അതാണ് ദേവകിയാ വീക്ഷിതാഗതി, വരവ് നോക്കപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് നോക്കി നിൽക്കുമ്പോൾ കുറച്ച് ദിവസങ്ങളൊക്കെ എടുത്തിട്ട്, എവിടെയാണോ അവർ രാത്രി തങ്ങിയത് അവിടെ നിന്നും കുറച്ച് ദിവസം കൂടി പിടിച്ചു ദ്വാരകയിലേക്ക് എത്താൻ. അതാണ് കതിപയൈഹി ദിനൈഹി, കുറച്ച് ദിവസങ്ങളെ കൊണ്ട്. കതിപയം ദിനങ്ങളെന്ന് പറയുമ്പോൾ അവിടെ 4, 5, 6 അത്രയും ദിവസങ്ങൾ. ദിനൈഹി പര്യുത്സുകജനം പുരം പ്രാപ, പര്യുത്സുകരായ ജനങ്ങളോടുകൂടിയ പുരത്തിലേക്ക് എത്തിച്ചേർന്നു. പര്യുത്സുകജനം എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണനെ കാണാൻ വെമ്പി നിൽക്കുന്നവർ. കുറേ ദിവസമായി പോയിട്ട് ഞങ്ങളുടെ രാജകുമാരൻ എന്താ വരാത്തത്, കണ്ണനെ കാണാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അന്വേഷിച്ച് നടക്കുന്ന പലതരത്തിലുള്ള ആൾക്കാർ, ചെറുപ്പക്കാരുണ്ടാവും, കുട്ടികളുണ്ടാവും, പ്രായമായിട്ടുള്ളവരുണ്ടാവും, സ്ത്രീകൾ, പുരുഷന്മാരെല്ലാവർക്കും ശ്രീകൃഷ്ണനെ കാണാൻ അങ്ങോട്ട് വൈകി. അങ്ങനെ അവരെയൊക്കെ ഇങ്ങനെ ത്രസിപ്പിച്ചുകൊണ്ട്, അവരുടെ മനസ്സിലൊക്കെ വലിയ ആഹ്ലാദ തിരമാലകളെ ഉയർത്തിക്കൊണ്ടായിരുന്നു ഭഗവാന്റെ വരവ്. പുരവും പുരത്തിലെ ജനങ്ങളും അച്ഛനമ്മമാരും
മറ്റ് കൂട്ടുകാരും എല്ലാവരും കാത്തിരിക്കുന്നതായ പുരത്തിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ വലിയൊരു വിവാഹാഘോഷവും യുദ്ധവുമൊക്കെയാണ് ഇവിടെ വർണ്ണിച്ചത്. ശ്രീകൃഷ്ണൻ്റെ തിരിച്ചു വരവോട് കൂടിയിട്ട് ഈ ഒരു സന്ദർഭം അവിടെ തീരുകയാണ്. അടുത്ത ദിവസത്തെ ഒരു ശ്ലോകത്തോട് കൂടിയിട്ട് ഈ ഭാഗം അവസാനിപ്പിച്ചിട്ട് മറ്റൊരു കഥ തുടങ്ങുകയാണ് ചെയ്യണത്. ഇന്നത്തെ 3 ശ്ലോകങ്ങളും നമുക്കൊന്നുകൂടി ചൊല്ലി നോക്കാം. ജന്മമാനുഷമാസ്ഥായ ദേവതാംശാ ഭവാദൃശ ദുഷ്ടാനുന്മൂല്യ രക്ഷന്തി ശിഷ്ടാനിത്യത്ര നാദ്ഭുതം ഇതി പ്രശംസ്യതം പാർത്ഥം വ്രീഡാനമ്രമുഖം ഹരി തത്ര തേന സഹാനൈഷീദ് മുഹൂർത്തമിവ തദ്ദിനം സൗധശൃംഗം സമാരുഹ്യ ദേവക്യാ വീക്ഷിതാഗതി പര്യുത്സുഖജനം പ്രാപ പുരം കതിപയൈർദിനൈ. അങ്ങനെ സുന്ദരമായിട്ടുള്ള ഒരു വിവാഹ വർണ്ണനം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് കവി ചെയ്യണത്. സുന്ദരമായിട്ടുള്ള 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.